സംസ്ഥാന ഫാർമസി കൗൺസിലും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ഫാർമസി വാരാഘോഷം സംഘടിപ്പിച്ചു. കൊല്ലത്ത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഫാർമസി വാരാഘോഷം നടക്കുന്നത്. ഏത് കുറുക്കുവഴികളിലൂടെയും മയക്കുമരുന്ന് നേടിയെടുക്കാൻ ഉപയോഗിക്കുന്നവർ ശ്രമം നടത്തുന്നുണ്ടെന്ന് പി രാജേഷ് പറഞ്ഞു. പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാലും വ്യക്തമായും കൃത്യമായി നമ്മൾ പരിശോധിക്കുക. പ്രത്യേകിച്ച് 1985 NDPS നിയമം എന്ന് പറയുന്നത് ശക്തമാണ്, അതിശക്തമാണ്, സ്ട്രിംജന്റ് ലോസ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ആംബ്യൂൾ പോലും കൈവശം വെച്ചാൽ 10 വർഷത്തിനടുത്തുള്ള ശിക്ഷ, ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ. പിഴയുന്നതിനുപരിയായിട്ട് പത്രത്താളുകളിലൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഈ സമൂഹം എത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന് നോക്കുന്നത്. ഒരു മരുന്നും ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. നമ്മളുടെ ഏറ്റവും വലിയൊരു പരമപ്രധാനമായിട്ടുള്ളൊരു കടമയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പാണ്. അതിന് വളരെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ഏത് മെഡിസിൻ എടുത്താലും ശരി, ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്റ്റും എല്ലാം തന്നെ കുറുക്ക് വഴിയിലൂടെ എത്തരത്തിൽ അവർക്ക് ലഭിക്കാമെന്നുള്ളതാണ്. ഫാർമസിസ്റ്റുകൾ അതിൽ ജാഗ്രത പാലിക്കണം. അധികാരപ്പെട്ടവരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലാതെ നടക്കുമ്പോഴാണ് നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെടുന്നതെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടകൻ നയിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷീബ സേതുലാൽ അധ്യക്ഷയായിരുന്നു. ഫാർമസി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് OC നവീൻ ചന്ദ് മുഖ്യാതിഥിയായിരുന്നു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് യോഹന്നാൻ കുട്ടി സമ്മാനദാനം നിർവഹിച്ചു. സംസ്ഥാന ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം T സതീശൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ഫാർമസി കൗൺസിൽ അംഗം MR അജിത് കിഷോർ സന്ദേശം നൽകി. സ്വാഗത സംഘം കൺവീനർ PJ അൻസാരി, S ശ്രീകുമാർ, ജയകുമാർ, അജിത് കുമാർ, ബിജുലാൽ, രാജേഷ്, എറ്റിൻ, നജാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.